കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പോലും കണ്ണടച്ച് വാങ്ങിക്കുന്ന വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ. ടൊയോട്ടയുടെ ഇന്നോവയും ഇപ്പോൾ ഇലക്ട്രിക്കിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നോവ ഇന്നോവ EVയുടെ കോൺസെപ്റ്റ് ആദ്യമായി കണ്ടത് ഇന്തോനേഷ്യയിലാണ്. കിജാങ് ഇന്നോവ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇലക്ട്രിക് വേർഷനെ ഇന്തോനേഷ്യയിൽ വിളിക്കുന്നത് കിജാങ് ഇന്നോവ എന്നാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഹോൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഹോൾ ഡിസൈൻ ലാംഗ്വേജിലല്ല, അല്ലെങ്കിൽ ഇന്നോവ അല്ലെങ്കിൽ EVയിലേക്ക് വന്നപ്പോൾ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങൾ അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജിലല്ല വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഗ്രില്ല് ആ ഒരു ക്ലോസ് ഗ്രില്ല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയിൽ വ്യത്യാസമുണ്ട്. ബമ്പറിൻ്റെ റീഡിസൈനിങ് നടന്നിട്ടുണ്ട്. അതുപോലെ സൈഡിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ വാഹനത്തിന് ചുറ്റും ഒരു ബ്ലൂ ആക്സെൻറ്റും നൽകിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഇന്നോവയുടെ EVയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം സാധാരണഗതിയിൽ EVയിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു ടാക്കോമീറ്റർ നമ്മൾ കാണാറില്ല. EVയിലെ ടാക്കോമീറ്റർ മിസ്സിംഗ് ആണ് നോർമലി എല്ലാ EVയിൽ തന്നെ. പക്ഷേ ഇന്നോവയുടെ EVയിലെ പ്രത്യേകത അതിനകത്ത് ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിലും കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇനി ഇതിൻ്റെ റേഞ്ചാണ്. നമ്മൾ നോർമലി ഇന്നോവ പോലെ ഉള്ള ഒരു വലിയ ഒരു MPVയിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഇന്നോവയിൽ റേഞ്ചിനൊരു കുറവും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ അറിയാൻ സാധിച്ചതനുസരിച്ച് ഏകദേശം 300-ന് മുകളിൽ റേഞ്ച് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക ഇന്നോവയുടെ പുതിയ EVയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ക്രിസ്റ്റയിൽ നിന്നും കുറച്ചും കൂടി ന്യൂ ജനറേഷൻ കുറച്ചും കൂടി വ്യത്യാസപ്പെട്ട ഒരു വാഹനം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനാണ് ഉടനെ തന്നെ ഇന്ത്യയിൽ എത്തുന്നതെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പുതിയ ജനറേഷൻ വരും ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഹൈബ്രിഡ് വരും. EVയും ഇനി ഇന്നോവയിൽ വരാൻ സാധ്യത വളരെയധികമാണ്.